ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് എക്കാലത്തും ഇന്ത്യയുടെ സുഹൃത്ത് വലയത്തിലായിരുന്നു ഈ അടുത്ത കാലം വരെ. ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നിഷ്കാസിതയായി ഇന്ത്യയിൽ അഭയം തേടി വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്കൽ DNA തന്നെ മാറി മറിഞ്ഞു. ഇന്ത്യ വിരുദ്ധതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ പരമ്പരാഗതമായി അധികാരത്തിൽ വന്നും പോയും ഒക്കെ ഇരുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും രണ്ട് വശത്തായി നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അതിൻ്റെ ഫലങ്ങൾ ജസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ലെഡ് ബൈ താരിഖ് റഹ്മാൻ വൻപൻ വിജയം നേടിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് പാർലമെൻറ്റിൽ 350 സീറ്റുകളാണുള്ളത്. അതിൽ 300 സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. അതിൽ തന്നെ 299 സീറ്റ്, ഒരു സീറ്റിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് മാറ്റിവെച്ചു. അങ്ങനെയുള്ള 300 സീറ്റിൽ ഏതാണ്ട് 211 സീറ്റോളം നേടിക്കൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ്റെ പുത്രനാണ്. അതുപോലെ തന്നെ സിയാവുർ റഹ്മാൻ്റെ ഭാര്യയാണല്ലോ ബീഗം ഖാലിദ സിയ. ഈ ദമ്പതികളുടെ പുത്രൻ എന്ന നിലയിൽ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ നിന്നുകൊണ്ട് അധികാരത്തെ വളരെ അടുത്തറിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് താരിഖ് റഹ്മാൻ. 17 വർഷം ദീർഘമായ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവാസത്തിലായിരുന്നു. നിർബന്ധിതമായി പ്രവാസത്തിൽ പോയതാണ് ലണ്ടനിൽ, ഇംഗ്ലണ്ടിൽ. അത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം കടുത്ത അടിച്ചമർത്തൽ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കടന്നാക്രമിച്ചുകൊണ്ട് അഴിമതി കേസുകളിൽ കുടുക്കി അങ്ങനെ രാജ്യം വിട്ടു പോകേണ്ടി വന്ന അനേക പ്രമുഖരിൽ ഒരാളാണ് ഇപ്പോൾ തിരിച്ചു വന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായി ചുമതലയേറ്റെടുക്കുകയും ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന് പോയ ഒരു സാഹചര്യം നോക്കൂ. 18 മാസം നീണ്ടുനിന്ന ഇടക്കാല സർക്കാർ, അതിന് തലപ്പത്ത് നൊബേൽ സമ്മാന ജേതാവ്, നൊബേൽ ലോറിയറ്റ്, ഒരു ഇക്കോണമിസ്റ്റ് കൂടിയാണ്, മൈക്രോ ഫിനാൻസിൻ്റെ വലിയ ഒരു പ്രയോജകൻ കൂടിയായ മുഹമ്മദ് യൂനസ്. വലിയ പ്രതീക്ഷകളായിരുന്നു. മുഹമ്മദ് യൂനസ് ഒരു നീതിമാനായ ഭരണാധികാരി ആയിരിക്കും എന്നായിരുന്നു ഇന്ത്യയുടെ നിഗമനം ആദ്യം. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അദ്ദേഹം പൂർണ്ണമായി ജമാഅത്തെ ഇസ്ലാമിയുടെയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും മതരാഷ്ട്രവാദികളുടെയും ഒക്കെ കയ്യിലെ ചട്ടകമായി മാറുകയും ഇന്ത്യ വിരുദ്ധത അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാടായി മാറുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രവാസത്തിലുള്ള ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുക എന്ന ഒരു മുറവിളി ബംഗ്ലാദേശിൽ ഉയരുന്നു. രാഷ്ട്രം ഔപചാരികമായി തന്നെ ഇന്ത്യയോട് എക്സ്ട്രഡേറ്റ് ചെയ്യാൻ, അതായത് ഷെയ്ഖ് ഹസീനയെ കൈമാറ്റം ചെയ്യാൻ, എക്സ്ട്രഡിഷൻ നടത്താനായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യ അംഗീകരിച്ചില്ല. അത് മറ്റൊരു കാര്യം. ബംഗ്ലാദേശിലെ കോടതിയുടെ വിധി പോലുമുണ്ട്. അത് വധശിക്ഷയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക്. അങ്ങനെ വധശിക്ഷയ്ക്ക് ഇന്ത്യയുടെ എക്കാലത്തെ നല്ല ചങ്ങാതിയായ ഒരു നിർണായക ഘട്ടത്തിൽ അഭയം തേടി വന്ന, ദലൈലാമയെ പോലെ അഭയം തേടി വന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്കാവില്ല. ഇത് തന്നെയാവും പുതിയ ഭരണസമിതിയുടെയും പുതിയ ഭരണകൂടത്തിൻ്റെയും മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ എന്ത് നിലപാടാവും എടുക്കുക? ഏതായാലും ബംഗ്ലാദേശിലെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടായില്ല. ആ പാർട്ടിയെ തന്നെ അയോഗ്യമാക്കി മാറ്റി. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രഹസനമായിരുന്നു എന്നാണ്. അതായത് 60.68% പേര് വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഔപചാരിക കണക്ക്. പക്ഷേ അത് ഊതിപ്പെരുപ്പിച്ച കണക്കാണെന്നും തൻ്റെ അനുയായികൾ, അതായത് അവാമി ലീഗിൻ്റെ പ്രവർത്തകർ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു വിട്ടുനിന്നു. അതുകൊണ്ട് ഇത്രയുമൊന്നും വോട്ട് ടേൺഔട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല, ഇതിൽ പലതും വ്യാജ വോട്ടാണ് എന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുന്നത്. അതെന്ത് തന്നെയാണെങ്കിലും നിലവിൽ ഉള്ള ജനവിധി അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് അത്ര നല്ല കാലമല്ല. അതായത് 350 അംഗ പാർലമെൻറ്റിൽ 300 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 151 സീറ്റാണ്. ആ 151 സീറ്റിൽ ഏറെ കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേടിയെടുത്തു. അതുകൊണ്ട് അടുത്ത ഭരണകൂടം ആരാകും എന്നതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ 211 എന്നതാണ് ലേറ്റസ്റ്റ് കണക്ക്. ഇപ്പോഴും വോട്ടെണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലപ്രഖ്യാപനവും ഇനിയും വരാനുണ്ട് ഏറെ ഫലങ്ങൾ. പ്രൊജക്റ്റഡ് കണക്കുകളാണ് 211 മുതൽ 220 വരെ സീറ്റുകൾ എന്നത്. അതേസമയം മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗ്രാൻഡ് കവലീഷനാണ് ജമാഅത്തെ ഇസ്ലാമി നയിക്കുകയും അവരോടൊപ്പം കട്ടക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ്. 11 പാർട്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പുതിയ പാർട്ടിയുണ്ട്, നാഷണൽ സിറ്റിസൺസ് പാർട്ടി.
നാഷണൽ സിറ്റിസൺസ് പാർട്ടിയെ നമുക്കറിയാം, ഈ ജൻസി പ്രക്ഷോഭകരാണല്ലോ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കഡറുകൾ ആ ജൻസി പ്രക്ഷോഭകാരികളിലേക്ക് കടന്നു കയറുകയും അങ്ങനെ ജൈവികമായി തുടങ്ങിയ ഒരു പ്രക്രിയയെ ഒരു ആർട്ടിഫിഷ്യൽ ലെവലിൽ കൊണ്ടുവന്നെത്തിച്ച് വലിയ രീതിയിൽ ഉള്ള ഒരു ചേഞ്ച്, മാറ്റം മറിച്ചിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും അത് പാകിസ്ഥാൻ അനുകൂലികളാണ് എന്നോർക്കണം. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് പോലും എതിര് നിന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരെ പലപ്പോഴും റസാക്കർ, അതായത് പാക് അനുകൂലികളായ, പാക് പക്ഷപാതികളായ ആളുകളെ റസാക്കർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഖാലിദ സിയയുടെ ഒരു പാർട്ടി ആ പാർട്ടിയുമായി ഏറെ അകലം പാലിച്ചിരുന്നു. കുറച്ച് കാലത്തേക്കൊക്കെ നിലനിൽപ്പിന് വേണ്ടി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകൊടുത്ത് കുറേ കാലമൊക്കെ നിന്നിരുന്നു. പക്ഷേ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയായിരുന്നു. കാരണം അത് മതതീവ്രവാദം, മതരാഷ്ട്രവാദം ഇതൊന്നും തന്നെ ബംഗ്ലാദേശിലെ ആളുകൾ പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു രേഖാചിത്രം മാറി, രാഷ്ട്രീയ നിലപാടുകൾ മാറുന്നു. അതുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് വികാരങ്ങളും ഇന്ത്യ വിരുദ്ധതയും പാക് പ്രേമവും എല്ലാം തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പ്രത്യേകിച്ച് 11 പാർട്ടികളുണ്ട്, നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി ഉൾപ്പെടെ, ഇവരുടെ പിൻബലത്തിൽ ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിൽ എത്തുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ എത്തി എങ്കിൽ ഇന്ത്യയുമായി ഒരു രീതിയിലും യാതൊരു ബന്ധവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ശത്രുതാപരമായ നിലപാടുണ്ടാകുമായിരുന്നു. പക്ഷേ BNP ജയിച്ചതുകൊണ്ട് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ മറുപക്ഷത്തെ BNP എതിർക്കാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതാണ്ട് 65-70 പേരാണ്. അതോടൊപ്പം തന്നെ ചെറിയ പാർട്ടി നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ആ പാർട്ടിക്ക് 5 സീറ്റുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർന്ന് നിന്നാൽ പോലും ആ കൊയലീഷൻ ആകെപ്പാടെ മറ്റ് ചെറിയ പാർട്ടികൾ കാര്യമായ സീറ്റുകളുണ്ട് എന്ന് ഇപ്പോഴത്തെ നിലയിൽ വോട്ടെണ്ണലിൽ വ്യക്തമല്ല. അതിനർത്ഥം 3/2 ഭൂരിപക്ഷമാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഭരണഘടനയുടെ ഒരു അമെൻമെൻ്റ് ഉൾപ്പെടെ, കാര്യമായ റിവിഷൻ ഉൾപ്പെടെ, ഹിതപരിശോധന എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് അടങ്ങുന്ന ഒരു 40-40 ഐറ്റംസ് അടങ്ങുന്ന ഒരു ഹിതപരിശോധന ലിസ്റ്റ് ഉണ്ടായിരുന്നു. 84 ഐറ്റംസാണ് അവിടെ അന്തിമ പട്ടികയിൽ ഉണ്ടായത്. ആ 84 ഇന റിഫോം പാക്കേജ്, അത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം, ഭരണഘടനയുടെ തന്നെ സമൂലമായ പരിവർത്തനം ഉണ്ടാകണം, പ്രസിഡന്റ് പദവിക്ക് കുറച്ചുകൂടെ ശക്തി പകരണം, പ്രധാനമന്ത്രിക്ക് 2 ടേം നിജപ്പെടുത്തണം, അങ്ങനെ ഏകാധിപത്യ പ്രവണതകൾ ഒഴിവാക്കണം. ഇതിനെല്ലാം അനുകൂലമായി ഒരു മാൻഡേറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഭരണത്തിലെത്തുന്ന താരിഖ് റഹ്മാൻ്റെ ഒരു നേതൃത്വത്തിന് മുന്നിലെ ആദ്യ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി ഇന്ത്യയുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും. ഈ ജനവിധി അറിഞ്ഞ ഉടനെ തന്നെ രാവിലെ തന്നെ നരേന്ദ്രമോദി ബംഗ്ലാദേശ് നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അഭിനന്ദനങ്ങൾ താരിഖ് റഹ്മാനെ അറിയിച്ചു. താരിഖ് റഹ്മാൻ്റെ അമ്മയുമായും പിതാവുമായും ഒക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ബന്ധം മുൻകാല ബന്ധമാണ്. അവരെല്ലാം തന്നെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിരുന്നല്ലോ. ആ ബന്ധമൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഇന്ത്യ വളരെ സ്മൂത്തായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുമാത്രമല്ല, ബീഗം ഖാലിദ സിയ ജനുവരി മാസം മരണപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ തന്നെ ധാക്കയിലേക്ക് അയച്ചുകൊണ്ട് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ജനതയെ ചേർത്ത് പിടിക്കുന്നു. ബംഗ്ലാദേശിലെ പല ജനങ്ങൾ അംഗീകരിക്കുന്ന നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇന്ത്യയും തയ്യാറാണ്. പക്ഷേ ഊഷ്മളമായ ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുടെ കുത്തിത്തിരിപ്പ് കാരണം ഊഷ്മളമായ ബന്ധം നഷ്ടപ്പെടരുത് എന്ന ഒരു ചിന്തയാണ് പൊതുവേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ വളരെ കെയർഫുള്ളായി നീങ്ങുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഈ ബംഗ്ലാദേശ് അമേരിക്ക ബന്ധം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നതിന് തൊട്ടു പിന്നാലെ കേട്ട വാർത്ത, ബംഗ്ലാദേശുമായി അമേരിക്ക ഒരു വിശാലമായ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു. അതിൽ 100% ടാരിഫ് ഇളവാണ് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽസിന് കൊടുക്കുന്നത്. അതിനർത്ഥം അമേരിക്കൻ വിപണി ഏതാണ്ട് ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ മേഖല പൂർണ്ണമായി പിടിക്കും. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 18% ടാരിഫാണ്. അതോടൊപ്പം തന്നെ നിലവിലുണ്ടായിരുന്ന 9% ഈ IMF കണക്കിലുള്ള WTO കണക്കിലുള്ള ടാരിഫാണ്, MFN ടാരിഫ്. അതെല്ലാം കൂടി ചേർത്ത് ഒരു ശരാശരി 27% വരുമെന്നാണ് കണക്ക്. ഇതെല്ലാം ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും, ബംഗ്ലാദേശിന് അനുകൂലവുമാണ്. അമേരിക്ക ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമെടുക്കുന്നു. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ചില താല്പര്യങ്ങൾ എടുത്തിരുന്നു ഈ അടുത്ത സമീപകാലത്ത്. ഇപ്പോൾ അത് മാറി ചിന്തിക്കുന്നു, പാകിസ്ഥാൻ മാറി ചിന്തിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് സൗത്ത് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് ദ്രുതഗതിയിൽ മറിയുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഭരണകൂടത്തെ ശത്രുതാപരമായി നോക്കിക്കാണാൻ ഇന്ത്യക്കാവില്ല.
പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടേക്ക് കടന്നു പോകേണ്ടത് ബംഗ്ലാദേശിന് വടക്കു കൂടിയുള്ള ചെറിയ ഒരു ഇടനാഴി വഴിയാണ് ചിക്കൻ നെക്ക് സിലിഗുരി പാസ് എന്ന് പറയും. അത് കേവലം ശരാശരി 44 കിലോമീറ്റർ മാത്രം വീതിയുള്ള ആ പാസ് ഏതെങ്കിലും കാരണവശാൽ ചൈനയുടെയോ ബംഗ്ലാദേശിൻ്റെ തന്നെയോ മറ്റേതെങ്കിലും കാരണത്താൽ ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരക്ക് ഗതാഗതം സപ്ലൈസ് ടു ദ നോർത്ത് ഈസ്റ്റ് അഫക്റ്റഡ് ആകും. അതുകൊണ്ട് ബംഗ്ലാദേശ് ഒരു ഇന്ത്യ അനുകൂല നിലപാടൊന്നും എടുത്തില്ല എങ്കിൽ പോലും ബംഗ്ലാദേശുമായി ഒരു സമഭാവനയിൽ പോകാൻ ഭാരതവും ആഗ്രഹിക്കുന്നു. പുതിയ ഭരണകൂടം പ്രായോഗികമായി ചിന്തിച്ചാൽ ഇന്ത്യയിൽ നിന്നും വൻതോതിലുള്ള ഇറക്കുമതി ബംഗ്ലാദേശിന് ആവശ്യമുണ്ട്. ബംഗ്ലാദേശ് സ്വയം പര്യാപ്തമായ രാജ്യമല്ല. വലിയ രീതിയിൽ സാങ്കേതിക സഹകരണവും അതുപോലെ ടെക്നോളജിക്കൽ സപ്പോർട്ട് എന്ന് വേണ്ട സകല കാര്യങ്ങൾക്കും ഇന്ത്യ ആശ്രയിക്കേണ്ട, പരുത്തിക്കുൾപ്പെടെ ബംഗ്ലാദേശിന് തുണി കയറ്റുമതി ചെയ്യാം. പക്ഷേ അതിൻ്റെ പരുത്തി സിംഹഭാഗവും വരേണ്ടത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പരുത്തി 0% കോസ്റ്റിൽ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു, ടാരിഫിൽ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പക്ഷേ ബംഗ്ലാദേശിനെ പൂർണ്ണമായി കൈയൊഴിയാൻ സാധ്യമല്ല. കാരണം വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ബംഗ്ലാദേശ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെ പ്രതീക്ഷാനിർഭരമായിട്ടാണ് ഭാരതം നോക്കി കാണുന്നത്. അവിടെ ബാഹ്യശക്തികൾ പാകിസ്ഥാനോ ചൈനയോ പുതിയ സർക്കാരിൽ പിടിമുറുക്കി മുതലെടുപ്പ് നടത്തുന്നത് എന്തു വിധേനയും ഒഴിവാക്കണം എന്ന നിലയിലാണ് ഇന്ത്യയുടെ നയതന്ത്ര ലോകത്തെ ചിന്ത.